Hello, welcome to Red Short Talks. സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 സൂചികയുടെ ഏറ്റവും പുതിയ വിശകലനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അതെ. ഇന്നലെ, അതായത് 2025 സെപ്റ്റംബർ 11 വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് കഴിഞ്ഞുള്ള ഡേറ്റ വെച്ച് നാളെ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരി. ഈ വിശകലനത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം 25,000 ലെവലില് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. കുറച്ചു മുൻപ് ആ 24,400, 24,500 റേഞ്ചിൽ നിന്നൊരു നല്ല കയറ്റം കിട്ടിയതാണല്ലോ. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഒരു തരം സൈഡ് വേസ് മൂവ്മെന്റ് ആണോ? അതെ, കറക്റ്റാണ്. സൂചിക ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. കൺസോളിഡേഷൻ. ഒരു റേഞ്ചിനുള്ളിൽ നീങ്ങുന്നു. അതായത് മുകളിലേക്കോ താഴേക്കോ ഒരു വ്യക്തമായ ദിശ തീരുമാനിക്കുന്നതിന് മുൻപുള്ള ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഏരിയയാണ് 25,040 തൊട്ട് 25,100 വരെ. റെസിസ്റ്റൻസ് സോൺ. അതെ, സപ്ലൈ സോൺ എന്ന് പറയും. കാരണം വില അങ്ങോട്ടെത്തുമ്പോൾ പലപ്പോഴും അവിടെ സെല്ലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. മുമ്പ് അവിടെ തട്ടിയിട്ടുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. പല തവണ ശ്രമിച്ചു, പക്ഷേ അതങ്ങ് ശക്തമായി ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ആ സോണിന്റെ ഒരു പ്രാധാന്യം. ശരി. അപ്പൊ താഴെയോ? സപ്പോർട്ട് എവിടെയാണ്? താഴേക്ക് നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഡിമാൻഡ് സോണുകൾ, അതായത് താങ്ങായി പ്രവർത്തിക്കാവുന്ന ഏരിയകൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആദ്യത്തേത് തൊട്ടടുത്ത് തന്നെ 24,880, 24,900. ഒരുപക്ഷെ വില കുറഞ്ഞാൽ ഇവിടെ ബയേഴ്സ് വന്നേക്കാം. ഓക്കെ. ഇനി അതല്ല, അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ചുകൂടി താഴെ 24,780, 24,780. അതാണ് അടുത്തൊരു പ്രധാന സപ്പോർട്ട് ഏരിയ. ഓക്കെ. അപ്പോ ഈ ലെവലുകൾ പ്രധാനമാണ്. പിന്നെ RSIയുടെ കാര്യമോ? മൊമെന്റം എങ്ങനെ? RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതിപ്പോ ഏകദേശം 57 ആണ്. 57. ഇതിന് നമുക്കൊരു ന്യൂട്രൽ ബുള്ളിഷ് സിഗ്നൽ എന്ന് പറയാം. അതായത് ഓവർബോട്ട് അല്ല, മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയി തളർന്ന അവസ്ഥയിലല്ല, ഇനിയും മുകളിലേക്ക് പോകാൻ ഊർജം ബാക്കിയുണ്ട്. ഓക്കെ. പക്ഷേ ഈ 57 എന്ന ലെവൽ ഒരു റേഞ്ചിന്റെ നടുക്ക് നിൽക്കുന്നത് പോലെയാണ്. ഒരു സ്ട്രോങ് ബൈയിങ് പ്രഷർ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത്ര അത് ഇതുവരെ വന്നിട്ടില്ല. അതാണ് സൂചന. ശരി. അപ്പോൾ ഒരുതരം വെയിറ്റിംഗ് ഗെയിം ആണ് നടക്കുന്നത്. അതെ. ഓക്കെ. അപ്പൊ ഈ കൺസോൾട്ടേഷനും RSIയുടെ ഈ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. തീർച്ചയായും. അങ്ങനെ ബുള്ളിഷ് ആയാൽ എന്താണ് പ്ലാൻ? റിപ്പോർട്ടിലെ ലോങ് സെറ്റപ്പ്, അതായത് വാങ്ങാനുള്ള സാധ്യത എവിടെയാണ്? ശരി. ബുള്ളിഷ് പ്ലാൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ ലെവൽ 25,050 ആണ്. ഓക്കെ. ആ റെസിസ്റ്റൻസ് സോണിന്റെ തൊട്ടുമുകളിൽ. അതെ. ആ ലെവലില് നല്ല സ്ട്രോങ് വോളിയത്തോടെ, അതായത് നല്ല വാങ്ങൽ താല്പര്യത്തോടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അപ്പോൾ അതൊരു എൻട്രി പോയിന്റ് ആണ്. അതെ, അതൊരു വാങ്ങാനുള്ള അവസരമായിട്ട് എൻട്രി സോൺ റിപ്പോർട്ട് പറയുന്നു. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നു. ഓക്കെ. അങ്ങനെ വാങ്ങിയാൽ ടാർഗറ്റുകൾ എവിടെയാണ് വെക്കേണ്ടത്? അങ്ങനെ മൂവ്മെന്റ് വന്നാൽ ആദ്യത്തെ ടാർഗറ്റ് 25,120 ആണ്. ശരി. ഒരു പക്ഷേ മൊമെന്റം നല്ലതാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ സപ്പോർട്ടീവ് ആണെങ്കിൽ അവിടെയും നിൽക്കില്ല. അടുത്ത ടാർഗറ്റ് വരുന്നത് 25,180, 25,200 ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ ഏതൊരു ട്രേഡിനും ഒരു സ്റ്റോപ്പ് ലോസ് വേണമല്ലോ. വേണം, തീർച്ചയായും. ഈ ലോങ് സെറ്റപ്പിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് 24,980ക്ക് താഴെയാണ്. ഓക്കെ. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോയില്ലെങ്കിൽ ചെറിയ നഷ്ടത്തിൽ എക്സിറ്റ് ചെയ്യാൻ. അതെ. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ ആ ബുള്ളിഷ് വ്യൂ അത്ര ശരിയല്ലെന്ന് വരും. ഇതിനൊരു ലോജിക് എന്തായിരിക്കും? ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണോ? അതെ, പ്രധാന കാരണം അതാണ്. പലതവണ തടഞ്ഞു നിർത്തിയ ഒരു ലെവൽ നല്ല ശക്തിയോടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ വിൽക്കാൻ നിന്നവർ പിന്മാറും, പുതിയ ബയേഴ്സ് വരും. ശരിയാണ്. അത് സാധാരണഗതിയിൽ വിലയെ മുകളിലേക്ക് തള്ളും, പ്രത്യേകിച്ചും മറ്റു ഫാക്ടേഴ്സ് ഗ്ലോബൽ മാർക്കറ്റ് പോലെ അനുകൂലമാണെങ്കിൽ. ആ 25,050 ബ്രേക്ക് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ട് പലരും കാണും. ഓക്കെ. അത് വ്യക്തമായി. ഇനി എപ്പോഴും ഒരു പ്ലാൻ ബി വേണമല്ലോ. വേണം. വിപണി ഈ 25,050ക്ക് മുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ലെവലിൽ നിന്ന് താഴേക്ക് വരാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ, ഷോർട്ട് സെല്ലിംഗ്, അതായത് ബെയറിഷ് പ്ലാൻ എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? ശരിയാണ്. താഴേക്ക് പോകാനുള്ള സാധ്യതയും നമ്മൾ കാണണം. ബെയറിഷ് വ്യൂ ആണെങ്കിൽ റിപ്പോർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട ഷോർട്ട് എൻട്രി സാധ്യതകളാണ് പറയുന്നത്. രണ്ട് സാധ്യതകളോ? ഓക്കെ. അതെ, സാഹചര്യം അനുസരിച്ച് നോക്കണം ഏതാണ് വർക്കാവുക എന്ന്. ആദ്യത്തേത് എന്താണ്? ഒന്നാമത്തെ സാധ്യത
നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് സോൺ 25,040, 25,080 അവിടേക്ക് സൂചിക വീണ്ടും എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റാതെ ഒരു റിജക്ഷൻ വരുന്നു. അതായത് വിൽപ്പനക്കാർ ശക്തി കാണിക്കുന്നു, വില താഴേക്ക് തിരിയുന്ന ലക്ഷണം കാണിക്കുന്നു. ഓക്കെ, ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് പോലെ. അതെ, അങ്ങനെ ഒരു റിജക്ഷൻ കണ്ടാൽ അതൊരു ഷോർട്ട് ചെയ്യാനുള്ള, വിൽക്കാനുള്ള അവസരമായി കണക്കാക്കാം. എൻട്രി സോൺ 1. ശരി. അപ്പോൾ ടാർഗറ്റ് എവിടെയാണ്? അങ്ങനെ വന്നാൽ ആദ്യത്തെ ടാർഗറ്റ് 1 24,900 ആയിരിക്കും. ഓക്കെ. സെല്ലിംഗ് പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത ടാർഗറ്റ് 2 24,820, 24,780 വരെയും വരാം. ഇതിന്റെ സ്റ്റോപ്പ് ലോസോ? ഈ ഷോട്ടിന്റെ സ്റ്റോപ്പ് ലോസ് 25,120 മുകളിലായിരിക്കും. കാരണം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ ഈ ഷോർട്ട് ഐഡിയ തെറ്റി. ശരിയാണ്, ആ റെസിസ്റ്റൻസിൽ നിന്നും മുൻപും തിരിഞ്ഞതുകൊണ്ടാവാം ഈ പ്ലാൻ. രണ്ടാമത്തെ ഷോർട്ട് സാധ്യത. ഓക്കെ. അത് സംഭവിക്കുന്നത് താഴെയുള്ള പ്രധാന സപ്പോർട്ട് ലെവൽ 24,880. ആദ്യത്തെ ഡിമാൻഡ് സോൺ. അതെ, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വില അതിനും താഴേക്ക് പോകുമ്പോഴാണ്. ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഓക്കെ. സപ്പോർട്ട് പൊളിയുമ്പോ? അതെ, അതും ഒരു ഷോർട്ട് എൻട്രി സിഗ്നലാണ്. എൻട്രി സോൺ 2. ഇതിന്റെ ടാർഗറ്റുകളോ? ഈ സാഹചര്യത്തിൽ ആദ്യത്തെ ടാർഗറ്റ് വരുന്നത് 24,880 ആണ്. ശരി. അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ അടുത്ത ലക്ഷ്യം ടാർഗറ്റ് 2 24,720, 24,680 എന്ന റേഞ്ചാണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? ഈ ബ്രേക്ക് ഡൗൺ ഷോട്ടിന്റെ സ്റ്റോപ്പ് ലോസ് 24,940 മുകളിലാണ് വെക്കേണ്ടത്. ഓക്കെ. ഒരു പ്രധാന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സാധാരണ പെട്ടെന്നൊരു ഫോൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ സെറ്റപ്പിന്റെ പിന്നിലുള്ള ആശയം. മനസ്സിലായി. അപ്പോൾ നമ്മുടെ ലോങ് പോകാനുള്ളൊരു പ്ലാനുണ്ട്, ഷോർട്ട് പോകാൻ 2 വ്യത്യസ്ത സാഹചര്യങ്ങളും പ്ലാനുകളുമുണ്ട്. അതെ. ഇതിന്റെ എല്ലാം ഒരു ആകെത്തുകയായിട്ട് നാളത്തെ ട്രേഡിങ്ങിന്, അതായത് സെപ്റ്റംബർ 12ലേക്ക് ഒരു പൊതുവായ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സമീപനം എന്തായിരിക്കണം? എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നല്ല ചോദ്യമാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഫ്റ്റി 24,880 എന്ന ലെവലിന് മുകളിൽ നിൽക്കുന്നിടത്തോളം. ആദ്യത്തെ സപ്പോർട്ടിന് മുകളിൽ. അതെ, അത്രയും നേരം മാർക്കറ്റിന്റെ ഒരു പൊതുവായ വ്യൂ എന്നത് ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബുള്ളിഷ് ചായ്വുള്ളതാണ്. ന്യൂട്രൽ ടു മൈൽഡ്ലി ബുള്ളിഷ് എന്ന് പറയാം. ഓക്കെ. വലിയൊരു വീഴ്ച ഉടനെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ തോന്നുന്നില്ല 24,880 ഹോൾഡ് ചെയ്യുന്നിടത്തോളം. പക്ഷെ ഒരു വലിയ മുന്നേറ്റത്തിനും വ്യക്തമായ ഒരു കാരണം, ഒരു ട്രിഗർ വേണം. അത് ഇതുവരെ വന്നിട്ടില്ല. ശരി. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 2 കീ ലെവലുകളാണ്. ഒന്ന്, മുകളിലെ 25,050. അത് ബ്രേക്ക് ചെയ്താൽ ബുള്ളിഷ് വ്യൂ സ്ട്രോങ് ആവും, ലോങ് പ്ലാൻ ആക്റ്റീവ് ആവും. അതെ. 2, താഴെയുള്ള 24,880. അത് ബ്രേക്ക് ചെയ്താൽ ബെയറിഷ് സാധ്യത കൂടും, ഷോർട്ട് പ്ലാനുകൾക്ക് പ്രസക്തി വരും. കറക്റ്റ്. അപ്പോ ഏറ്റവും നല്ലൊരു അപ്രോച്ച് എന്തായിരിക്കും? റിപ്പോർട്ട് പറയുന്ന പോലെ ഈ 25,000 ലെവലിനടുത്തായിട്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. അതെ, മാർക്കറ്റ് തന്നെ ഒരു ഡയറക്ഷൻ തരട്ടെ. ഒന്നുകിൽ 25,050 മുകളിലേക്ക് ഒരു ക്ലിയർ ബ്രേക്ക്ഔട്ട്, അല്ലെങ്കിൽ ആ 25,040-80 റേഞ്ചിൽ ഒരു വ്യക്തമായ റിജക്ഷൻ. അതുമല്ലെങ്കിൽ 24,880 താഴേക്കൊരു ബ്രേക്ക് ഡൗൺ. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നതുവരെ. അതെ, അതുവരെ കുറച്ചു മാറി നിന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. സിഗ്നൽ കിട്ടിയ ശേഷം മാത്രം അതിനനുസരിച്ചുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് റിസ്ക് കുറയ്ക്കാൻ നല്ലത്. ശരിയാണ്. കാരണം ഈ ലെവലുകൾ അറിഞ്ഞിരുന്നാൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുമ്പോൾ പെട്ടെന്ന് പേടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാം. എക്സാക്ട്ലി. ഒരു ഗെയിം പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസോടെ നിൽക്കാം. ഈ ലെവലുകളാണ് നമ്മുടെ ഗൈഡ്. വളരെ ശരിയാണ്. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി ഓർക്കാം, അല്ലേ? ഒന്ന്, നിഫ്റ്റി ഇപ്പോൾ 25,000-നടുത്ത് ഒരു കൺസോളിഡേഷനിലാണ്. 2, മുകളിൽ 25,040, 25,100 ഒരു പ്രധാന തടസ്സമാണ്. താഴെ 24,880, 24,900 ഒരു പ്രധാന സപ്പോർട്ടും. അതെ. 3, മുകളിലേക്ക് 25,050 കടന്നാൽ വാങ്ങാൻ നോക്കാം. ശരി. 4, താഴേക്ക് വന്നാൽ ഒന്നുകിൽ 25,040-80 തട്ടിത്തിരിഞ്ഞാൽ, അല്ലെങ്കിൽ 24,880 പൊട്ടിയാൽ വിൽക്കാൻ നോക്കാം. കറക്റ്റ്. 2 ഷോർട്ട് സിനാരിയോസ്. 5, ഏറ്റവും പ്രധാനം
ഈ ലെവലുകൾക്കടുത്തെത്തുമ്പോൾ ചാടിക്കയറി ട്രേഡ് ചെയ്യാതെ ഒരു വ്യക്തമായ സിഗ്നലിനു വേണ്ടി കാത്തിരിക്കുക. അതെ, ക്ഷമ പ്രധാനമാണ്. ഈ വിവരങ്ങൾ നാളത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയട്ടെ. പറയൂ. ഈ വിശകലനം എന്ന് പറയുന്നത് ലഭ്യമായ ഡാറ്റ വെച്ചുള്ള ഒരു സാധ്യത മാത്രമാണ്. ഇതൊരു ട്രേഡിംഗ് റെക്കമെൻഡേഷൻ അല്ല. ശരിയാണ്. യഥാർത്ഥത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആ സമയത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കണം. ന്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടോ, വോളിയം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ എന്നൊക്കെ നോക്കണം. അതെ, ലൈവ് മാർക്കറ്റിൽ പലതും മാറും. തീർച്ചയായും. ഈ ലെവലുകൾ ഒരു വഴികാട്ടി മാത്രം, കണ്ണടച്ച് ട്രേഡ് ചെയ്യാനുള്ളതല്ല. എപ്പോഴും സ്വന്തം അനാലിസിസും റിസ്ക് മാനേജ്മെന്റും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണത്. ഇൻട്രാഡേ ലെവലുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴും ഇതിനപ്പുറം ഒരു വലിയ ചിത്രം കൂടിയുണ്ട്, അല്ലേ? ഉണ്ട്. അത് നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു ചിന്ത. നാളെ വെള്ളിയാഴ്ചത്തെ ഈ ഇൻട്രാഡേ ലെവലുകളും സാധ്യതകളും നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ വാരാന്ത്യത്തിൽ വരാൻ സാധ്യതയുള്ള വാർത്തകളുണ്ടാകാം. ശരിയാണ്. വീക്കെൻഡിൽ എന്തും സംഭവിക്കാം. ഉദാഹരണത്തിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഡേറ്റ റിലീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജിയോപൊളിറ്റിക്കൽ ന്യൂസ്, അതല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ട്രെൻഡ്, പലിശ നിരക്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇവയൊക്കെ. നിങ്ങളുടെ ഈ ഷോർട്ട് ടേം ഇൻട്രാഡേ പ്ലാനിനപ്പുറം ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ സ്വാധീനിക്കും? നല്ല പോയിന്റ്. അതായത് ഈ ദിവസേനയുള്ള ഈ ചെറിയ നീക്കങ്ങൾക്കായുള്ള പ്ലാനിങ്ങും മാർക്കറ്റിന്റെ വലിയ ദിശാബോധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാം? ഇതൊരു ആലോചിക്കേണ്ട വിഷയമാണ്. അതെ, ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലുള്ളൊരു ബാലൻസ്. അതെ, അതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഞങ്ങളോടൊപ്പം ഇന്ന് ഈ വിശകലനത്തിൽ ചേർന്നതിന് വളരെ നന്ദി. നന്ദി.